ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടസുർക്കയാണ്. നല്ല ടേസ്റ്റിയായ മുട്ടസുർക്ക ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. മട്ടൻ കുറുമയുടെ കൂടെയും ചിക്കൻ കുറുമയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയായ മുട്ടസുർക്കയാണ് ഇത്. ഞാനിവിടെ 1.5 കപ്പ് പച്ചരിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇത് 4 മണിക്കൂർ കുതിർത്തി എടുത്ത് വെച്ചേക്കുന്ന പച്ചരിയാണ് ഇത്. അരി നന്നായിട്ട് കുതിർത്തിയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഞാൻ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ പച്ചരി തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതിന് പകരമായിട്ട് ബസുമതി റൈസ് ഇട്ട് കൊടുക്കാം, അല്ല എങ്കിൽ നമ്മുടെ ഇഡലി റൈസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് പച്ചരിയിലാണ്. നമുക്ക് ഇതിലേക്ക് ഒരു 2 ഏലക്ക പൊട്ടിച്ച് അതിൻ്റെ കുരു ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുത്തിരിയുടെ ചോറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാനെപ്പോഴും അരയ്ക്കുമ്പോൾ കുത്തിരിയുടെ ചോറ് തന്നെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇതിലേക്ക് നമുക്ക് 2 മുട്ടയും കൂടെ ചേർത്തിട്ട് ഒത്തിരി ലൂസാകാതെ നല്ല ടൈറ്റായിട്ടാണ്, ഇഡലിമാവിൻ്റെ പരുവത്തിലാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല ടൈറ്റായിട്ട് ഇത് അരച്ചെടുക്കണം. ഇഡലിമാവിൻ്റെ പരുവത്തിലായിരിക്കണം ഇതിൻ്റെ മാവ് അരച്ചെടുക്കാനായിട്ട്. നമുക്ക് ഇത് മിക്സിയിൽ അരച്ചെടുക്കാം. അരച്ച മാവ് ഈ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ഈ പരുവത്തിലായിരിക്കണം മാവ് അരച്ചെടുക്കേണ്ടത്. ഇത് നന്നായിട്ട് ഉപ്പും മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല കുഴിയുള്ള പാത്രത്തിൽ വേണം നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്ത് ചുട്ടെടുക്കാനായിട്ട്. അതിനുവേണ്ടി ഞാൻ ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഇത് ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് ചൂടിൽ നമ്മൾ ഇത് ചുട്ടെടുക്കരുത്. എണ്ണ നല്ലതായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. അതിനുശേഷം വേണം നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനുശേഷം 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കണം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇതെടുക്കാനായിട്ട്. നമുക്ക് ഇത് എണ്ണയിൽ നിന്നും മാറ്റാം. അടുത്ത മുട്ടസുർക്ക ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ പൊങ്ങി വരും. അതിനുശേഷം നമുക്ക് ഇത് മറിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ 1-2 പ്രാവശ്യം ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം.
നമുക്കിനിയും ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള മാവും കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയായ മുട്ട സുർക്ക റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. മുട്ട സുർക്കയുടെ കൂടെ കഴിക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത് മട്ടൻ മസാലയോ മട്ടൻ കുറുമയോ ഒക്കെ കൂട്ടി നമുക്കിത് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റിയായ മുട്ട സുർക്ക റെഡിയായി. അതിനെയും ഒരു സെർവിങ് പ്ലേറ്റിലെടുത്ത് സെർവ് ചെയ്യാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്